ബത്സേദാ കുളങ്ങരെ എത്ര വർഷം കാരുണ്യമേ നിന്നെ കാത്തിരുന്നു. ബത്സേദാ കുളങ്ങരെ എത്ര വർഷം കാരുണ്യമേ നിന്നെ കാത്തിരുന്നു. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, നിന്റെ തിരുമൊഴി മാറാപ്പിലിപ്പോഴും. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, നിന്റെ തിരുമൊഴി മാറാപ്പിലിപ്പോഴും. ബത്സേദാ കുളങ്ങരെ എത്ര വർഷം കാരുണ്യമേ നിന്നെ കാത്തിരുന്നു. ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. പ്രശസ്ത തീർത്ഥാടനാലയമായ പൂങ്കാവ് പള്ളിയോട് ചേർന്നുള്ള ഒരു കുളപ്പടവിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഭാഗ്യവശാൽ ഇതെൻ്റെ ഇടവപ്പള്ളി കൂടിയാണ്. ഈ തീർത്ഥത്തിന് ഞങ്ങളിട്ടിരിക്കുന്ന പേര് ബത്സേദ എന്ന്. അതേ വേദപുസ്തകത്തിൽ പരാമർശിക്കുന്ന അതേ ബത്സേദയുടെ ഓർമ്മയ്ക്ക് വേണ്ടി. ശരിക്കുമുള്ള ആ ബത്സേദയുടെ ശേഷിപ്പുകളിലൂടെ നടന്നു പോകാനോ കടന്നു ചെല്ലാനുള്ള അവസരമുണ്ടായി. ഹോളി ലാൻഡ് യാത്രയുമായി ബന്ധപ്പെട്ട് പിറ്റേന്ന് പ്രഭാതത്തിലായിരുന്നു. ഇപ്പോഴും അതിൻ്റെ ശേഷിപ്പുകളൊക്കെ ഉണ്ട്. ഒരു പഴയ കുളത്തിൻ്റെ ശേഷിപ്പുകളുള്ള ആ ഇടത്തിൽ ചെന്നെത്തേണ്ടിയിരുന്നത്. പക്ഷെ അന്ന് പ്രഭാതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി. കുറച്ചധികം പേര് കൂടിയുള്ള ഈ സംഘയാത്രയിൽ ഒരാൾ പെട്ടെന്ന് കൂട്ടത്തിൽ നിന്ന് തെന്നിമാറി. അങ്ങനൊരു രീതിയുണ്ട്. അപൂർവമായിട്ടെങ്കിലും നമുക്കതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു. പക്ഷെ അത്തരമൊരു സംശയവും അവശേഷിപ്പിക്കാതെ ഒരാൾ കൂടെ വരികയും പെട്ടെന്ന് ഇങ്ങനെ അയാൾ അതിനകത്ത് വിട്ടുമാറി നിൽക്കുകയും ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ഒത്തിരി പ്രതിസന്ധികളുണ്ട്. മുമ്പോട്ടുള്ള യാത്ര പോലും തടയാൻ കാരണമാകാവുന്ന ചില അബദ്ധങ്ങളിലാണ് ചെന്ന് ചാടിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് എല്ലാ കാര്യങ്ങളും വൈകി. ആ കൂട്ടത്തിൽ നിന്ന് തെന്നിമാറിയ വ്യക്തിയോടുള്ള അമർഷം ഇങ്ങനെ എല്ലാവരുടെ ഉള്ളിലുണ്ടായി. കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാക്കി വളരെ ഹൃദയഭാരത്തോടു കൂടി അതുമായി ബന്ധപ്പെട്ടവരും ആ യാത്രയ്ക്ക് നേതൃത്വം വഹിച്ചവരും ഒക്കെ കൂടി ചേർന്നിട്ട് തെല്ല് വൈകി ആ പടവുകളിലേക്ക് എത്തുമ്പോൾ ആ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിന് പണ്ട് എവിടെ വെച്ച് വായിച്ചതിനേക്കാൾ മുഴക്കമുണ്ടായി. കാരണം അതിങ്ങനെ ഒരു കൂട്ടുകാരനില്ലാത്ത ഒരാളുടെ കഥയാണ്. എല്ലാവരും അവരവരുടെ അസൗകര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അന്യനാട്ടിൽ പെട്ടെന്നൊരു ദിവസം തൻ്റേതായ ചില കാരണങ്ങളുണ്ടായിരിക്കാം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് മറ്റ് വഴികളില്ലാത്തത് കൊണ്ട് ഒരാൾ തെന്നി മാറുമ്പോൾ ഇനി അയാൾക്ക് പിറന്ന നാട്ടിലേക്ക് വരിക എന്നുള്ളത് അത്ര എളുപ്പമല്ല. പലപ്പോഴുമൊക്കെ ആരുടെയെങ്കിലും പേരിലയക്കുന്ന പണം കൊണ്ട് വീടിനെ മുമ്പോട്ട് കൊണ്ടുപോകാമെന്നുള്ള ധാരണ മാത്രമേ ഉള്ളൂ. എന്തുമാത്രം ഭയചകിതനായിട്ട് എന്തുമാത്രം തലകുനിച്ചവനായിട്ട് ആ വ്യക്തി അവിടെ ഉണ്ടാകും. അപ്പോൾ ആ പ്രഭാതത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ടാണ് മനസ്സിൽ തോന്നിയത്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ യാത്രയ്ക്ക് ഒരു അസൗകര്യമുണ്ടാക്കിയ ആ മനുഷ്യനോടുള്ള അമർഷം എടുത്തു മാറ്റാന്നുള്ള. കാരണം ഇപ്പോൾ അയാളൊരു ചങ്ങാതിയില്ലാത്ത മനുഷ്യനാണ്. ചങ്ങാതിയില്ലാത്തവരോട് ചങ്ങാതിയാവുന്നതിൻ്റെ കഥയായിരുന്നു ബത്സേദയുടെ പടവുകളിൽ അന്ന് സംഭവിച്ചത്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൂട്ട്, പക്ഷെ മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ കൂട്ട് പുലർത്തേണ്ടത് ആ മനുഷ്യനോടായിരിക്കും. കഴിഞ്ഞ രാത്രിയിൽ അയാൾ ഉറങ്ങിയിട്ടില്ലായിരുന്നൊക്കെ കൂടെയുള്ള പലരും നിരീക്ഷിച്ചിട്ടുണ്ട്. രാത്രി മുഴുവൻ ഈ മനുഷ്യൻ ഇങ്ങനെ ഉണർന്നു കിടക്കുകയും ആരെയൊക്കെ പ്രതീക്ഷിച്ച് ഹോട്ടലിൻ്റെ പുറത്തേക്ക് നടന്നു പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ആ മനുഷ്യൻ കടന്നു പോകുന്ന ആന്തരിക സംഘർഷം നമുക്ക് ഈ ഒരു പടവുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ല സുഹൃത്തം മനസ്സുകൊണ്ട് ആ മനുഷ്യനോടൊരു സോളിഡാരിറ്റി പ്രഖ്യാപിക്കുക എന്നുള്ള. ദൈവമേ, അയാൾക്ക് ബുദ്ധിമുട്ടൊന്നും വരുത്തരുതെന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മനുഷ്യർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് എപ്പോഴും കുറ്റകൃത്യങ്ങളുള്ള ചായ്വ് കൊണ്ടല്ല, മറിച്ച് ജീവിതം മുമ്പോട്ട് പോകാനായിട്ട് മറ്റു പാങ്ങങ്ങളില്ലാതെ പോകുമ്പോഴാണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ കരുണ അർഹിക്കുന്ന ആ കൂട്ടുയാത്രക്കാരന് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ പെട്ടെന്ന്
ഞങ്ങൾക്കിടയിൽ നിന്ന് ആ വലിയ ഭാരത്തിൻ്റെ മഞ്ഞുമല താനെ ഉരുകിപ്പോയി. ചങ്ങാതിമാർക്ക് വേണ്ടിയുള്ള ഇടമാണ് ബെത്സയിദ. കാരണം അയാളുടെ സങ്കടം അതാ. 38 വർഷമായിട്ട് ഈ മനുഷ്യൻ ഈ പടവുകളിൽ കിടപ്പുണ്ട്. 38 വർഷം എന്ന് പറയുമ്പോൾ യേശു അയാളുടെ അടുക്കലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ പ്രായം പരമാവധി ഒരു 30-32 വയസ്സാവണം. അതിൻ്റെ അർത്ഥം യേശു പിറക്കുന്നതിന് ഒരു 8 വർഷം മുമ്പോ 6 വർഷം മുമ്പോ എങ്കിലും ഇയാൾ ഈ പടവുകളിലുണ്ട്. എന്നിട്ട് ഒരാൾ പോലും അയാളുടെ അടുക്കിലേക്ക് വന്നിട്ടില്ല. ഇത്തരം തീർത്ഥങ്ങളുടെ പടവുകളിൽ രോഗികളായ മനുഷ്യർ കാത്തു കിടക്കുന്ന ഒരു രീതി ആ പുരാതന ലോകത്തുണ്ടായിരുന്നു. മനുഷ്യർക്ക് പരിചയമുള്ള ഏറ്റവും പഴക്കമുള്ള ഔഷധത്തിൻ്റെ പേര് ജലമെന്നായിരുന്നു. ഭാരതത്തിൻ്റെ എന്തുമാത്രം പ്രാർത്ഥനകളിലാണ് നമ്മളിങ്ങനെ വായിക്കുക, ജലത്തിലാണ് ശാന്തി, ജലത്തിലാണ് സൗഖ്യം, ജലത്തിലൂടെയാണ് അമരത്വം എന്നൊക്കെ നമ്മൾ വായിക്കുക. ജലമായിരുന്നു മനുഷ്യൻ്റെ ആദ്യത്തെ മരുന്ന്. എല്ലാ സംസ്കാരങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട് നല്ല ധാരണ ഉണ്ടായിരുന്നു. പഴയ നിയമത്തിലൊക്കെ പറയുന്ന കണക്ക് ജലത്തിന് മീതെ എപ്പോഴും ദൈവത്തിൻ്റെ കാറ്റ് വീശിയിരുന്നു. വല്ലപ്പോഴുമൊക്കെ സംഭവിക്കുന്ന ചില തിരയിളക്കങ്ങളാണ്. ആ തിരയിളക്കങ്ങളിൽ ആ ജലത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുന്നവർക്ക് സൗഖ്യം കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് കാത്തു കിടക്കുന്ന ഒരു മനുഷ്യൻ. ജലം ഔഷധമാണെന്നൊക്കെ ഒന്നുകൂടി നമ്മൾ ഓർത്തെടുക്കാനായിട്ട് ഈ ഭാഗം സഹായിച്ചാൽ നല്ലതാണ്. പലപ്പോഴും നമ്മളിങ്ങനെ ചില ഭക്തിയിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് സുവിശേഷം പറയാൻ ആഗ്രഹിക്കുന്നത്. ആ പുതിയ ഭൂമിയുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങളിൽ ചില കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കൂടി നിരീക്ഷിച്ചാൽ നല്ലതാണ്. ഔഷധമായി മാറേണ്ട ജലം അത്ര ഔഷധമാണെന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? കൊച്ചിയിലൊക്കെ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ടൊരു പ്രക്ഷോഭം എന്ന് പറയുന്നത് ഈ പെരിയാറുമായി ബന്ധപ്പെട്ട സേവ് പെരിയാർ എന്ന് പറഞ്ഞ് വൈദികരും ഒക്കെ ഉൾപ്പെടെയായിട്ട് പലയിടങ്ങളിലായിട്ട് അവർ ഒത്തുചേരൽ സംഭവിക്കുന്നുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും എല്ലാ ശൃംഖലകളിൽപ്പെട്ട മനുഷ്യരും ഒത്തുചേർന്ന് ഈ പെരിയാറിന് വേണ്ടി ഇങ്ങനെ വല്ലാതെ നിലവിളിക്കുന്നുണ്ട്. കാരണം കൊച്ചി നിലനിൽക്കുന്ന ഈ പെരിയാറെന്നുള്ള ജലത്തിൽ നിന്ന്. പക്ഷെ അത് ഔഷധമാണെന്ന് പറയാനായിട്ടുള്ള ധൈര്യം ഉണ്ടാകും. രാസമാലിന്യങ്ങളെ തൽക്കാലം വേർതിരിക്കാൻ പറ്റുന്നൊരു രീതി നമ്മുടെ നാട്ടിൽ ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല. കാര്യം കുപ്പിവെള്ളത്തിലൊക്കെ കാണുമ്പോൾ വെള്ളം വളരെ കൃത്യമായിട്ട് ശുദ്ധമായിട്ടൊക്കെ അനുഭവപ്പെട്ടെന്നിരിക്കുമെങ്കിലും കൊച്ചിയിലെ രോഗാതുരതയുടെ അളവ് നമുക്ക് സങ്കല്പിക്കാവുന്നതിനേക്കാൾ കഠിനമാണ്. ഇൻഫെർട്ടിലിറ്റി റേറ്റിംഗ് എന്ന് പറയുന്നതും അലാമിങ് ഒക്കെ ഈ മോശം വെള്ളവുമായി ബന്ധപ്പെട്ടാണെന്നാണ് പറയുക. അപ്പോൾ അവനവൻ്റെ ചില ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ചില കാര്യങ്ങൾ കൂടി ഇത്തരം ചില വിചാരങ്ങളിലൊന്ന് കൂട്ടിവായിച്ചാൽ നല്ലതാണ്. ആട്ടെ, അതിൽ നിന്ന് നമുക്ക് വീണ്ടും ഈ മനുഷ്യനിലേക്ക് വരിക. ആരുമില്ലാത്ത മനുഷ്യൻ. യേശുവിൻ്റെ പറയുന്ന സങ്കടം ഇതാണ്, ഒരാൾ പോലും ഇല്ല എന്നെ ഈ തിരയിളക്കങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട്. ഇത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സങ്കടങ്ങളിലൊന്നാണ്. ഒത്തിരി തിരയിളക്കങ്ങൾ നമുക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ട്. കുറേ കുട്ടികൾ കൂടി ഒരു ക്ലാസ് മുറിയിൽ ഉറക്കെ പൊട്ടിച്ചിരിക്കുകയും ഫലിതം പറയുകയും പരസ്പരം കളിയാക്കുകയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തങ്ങളുടെ ഫോണിൽ ചില സന്ദേശങ്ങൾ കൈമാറി വളരെ പ്രസൻ്റായിട്ട് നിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് ഒരു കുട്ടി കൂനിപ്പിടിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടിയുടെ കണ്ണിലിങ്ങനെ വല്ലാത്ത നനവ് വരുന്നത്? എന്തുകൊണ്ടാണ് അവൾ നിറമിഴികളുമായിട്ട് നിൽക്കുന്നത്? അന്ന് തുടങ്ങിയ എല്ലാ തിരയിളക്കങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണാതെ പോകുന്ന ഈ വിഷമിക്കുന്ന മനുഷ്യരുണ്ട്. ആ പള്ളിയിൽ ഒത്തിരി തിരയിളക്കം നടക്കുന്നുണ്ട്. ഒരു ഞായറാഴ്ച കുർബാനക്കകത്ത് പോലും എന്തുമാത്രം ഇൻസ്പിറേഷൻസാണ് കിട്ടുന്നത്. ഒരു ആഴ്ച മുമ്പോട്ട് പോകാൻ ആവശ്യമായ പ്രചോദനങ്ങൾ പള്ളിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. കുർബാന കൈക്കൊള്ളുന്നവരും ഗാനാലാപങ്ങളുടെ ആ ഭംഗിയിൽ ഏർപ്പെടുന്നവരും. അപ്പോൾ ഒരു വല്ലാത്തൊരു സോഷ്യലൈസേഷൻ കൂടെ പള്ളി നടന്നുകൊണ്ടിരിക്കുന്നത്. ബന്ധങ്ങൾ പുതുക്കാനൊക്കെ ഉള്ള ഇടവാണ്. എന്നിട്ട് ഇതേ പള്ളിയുടെയൊക്കെ പടവുകളിൽ അകത്തേക്ക് പ്രവേശിക്കാൻ ധൈര്യമില്ലാതെ എത്രയോ മനുഷ്യരുണ്ട്. അവരിൽ ചിലരെ എന്തുകൊണ്ട് പള്ളി വരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ടോ? പള്ളി പുണ്യവാന്മാർക്ക് വേണ്ടിയുള്ളതല്ലേ? പള്ളി എന്നോട്ടാ പുണ്യവാന്മാർക്ക് വേണ്ടിയുള്ളതായി മാറിയത്? ചുങ്കക്കാരുടെയും പാപികളുടെയും ഒക്കെ ആ ചങ്ങാതി എങ്ങനെയാണ് പുണ്യവാന്മാരെ മാത്രമായിട്ട് ചുരുങ്ങിയത്? അപ്പോൾ എല്ലാ അത്ഭുത തിരയിളക്കങ്ങളുടെയും പടവുകളിൽ ആരോ ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട്, ഈ തിരയിളക്കങ്ങളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് എനിക്കൊരു ചങ്ങാതിയില്ല. ഒരു ചങ്ങാതി ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കഠിനമായ ഒരു മാനസിക ആന്തരിക പ്രതിസന്ധി വേറെ മനുഷ്യൻ അഭിമുഖീകരിക്കാനില്ല. കാര്യം 700 കോടി മനുഷ്യർ ഈ ഭൂതലത്തിലുണ്ടെന്നൊക്കെ പറയുക. ഇത്രയും കോടി മനുഷ്യരുള്ള ഭൂമിയിൽ എൻ്റെതെന്ന് പറയാനായിട്ടൊരു ചങ്ങാതി. നിങ്ങളങ്ങനെ ഒരാളെക്കുറിച്ച് വിചാരിക്കുക. ചിലപ്പോൾ അങ്ങനെയുള്ള സങ്കല്പങ്ങളുണ്ട്. പെട്ടെന്നൊരു ദിവസം അയാൾ അങ്ങനെയല്ലെന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ അയാൾ നിങ്ങൾക്ക്
ചെവി തരാതിരിക്കുമ്പോൾ, നിങ്ങൾ കേൾക്കാൻ തയ്യാറാതെ പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉടഞ്ഞു പോകുന്ന എന്തൊക്കെയാണ്? മനുഷ്യൻ ഇങ്ങനെയൊക്കെയല്ലേ രോഗത്തിലേക്കും മരണത്തിലേക്കും വളരെ പെട്ടെന്ന് അടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ചങ്ങാതി ഇല്ലാത്ത ഒരാളുടെ ചങ്ങാതി എന്ന നിലയിൽ തൽക്കാലം നമുക്ക് ഓർമ്മിക്കാനായിട്ട് അധികം നാമങ്ങളൊന്നുമില്ല. ഈ നസ്രായൻ്റെ നാമം കണക്ക്. ആ നസ്രായൻ എപ്പോഴും ഈ മരപ്പണിക്കാരൻ ഇങ്ങനെ ചങ്ങാതി ഇല്ലാത്തവൻ്റെ ചങ്ങാതിയായിരുന്നു. ഫ്രണ്ട് ഓഫ് ദി ഫ്രണ്ട്ലെസ്. മതം ഒക്കെ നിലനിൽക്കേണ്ടത് അങ്ങനെ ഒരു വിചാരത്തിനകത്താണ്. മതത്തെക്കുറിച്ചുമുള്ളൊരു നിർവചനം ഇതാണ്, ഇങ്ങനെ ചങ്ങാതി ഇല്ലാത്തവൻ്റെ ചങ്ങാതി. അത്തരം ധൈര്യം മതം കൈമാറുന്നില്ലെങ്കിൽ, അത്തരം ധൈര്യത്തിലേക്കും നിർഭയത്തിലേക്കും മനുഷ്യനെ കൂട്ടിക്കൊണ്ടു പോകാനായില്ലെങ്കിൽ ആ മതവിചാരങ്ങളും പള്ളിയും ക്ഷേത്രങ്ങളുമൊക്കെ അപ്രസക്തമാവില്ലേ? അപ്പോൾ ആ ചങ്ങാതി ഇല്ലാത്ത ആ ചങ്ങാതി അവൻ്റെ അടുക്കലേക്ക് വന്നിട്ട് അവനിൽ ചെയ്ത മാറ്റം എന്താണ്? അതുകൂടി നമുക്കൊന്ന് ധ്യാനിച്ചാൽ നല്ലതാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇങ്ങനെ മറ്റുള്ളവരുടെ ഇടപെടലില്ലാതെ യേശു ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇടപെട്ട അധികം കഥകളൊന്നും പുതിയ നിയമത്തില്ല. ഉണ്ടായിരിക്കാം, പക്ഷെ രേഖപ്പെടുത്തിയിട്ടില്ല. ഒന്നെങ്കിൽ ആൾക്കൂട്ടം ചിലർക്ക് വേണ്ടി യാചിക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ ഉറ്റവർ യേശുവിൻ്റെ അടുക്കലേക്ക് ഈ രോഗിയെ കൊണ്ടുവരുന്നു. അപൂർവ ഇടങ്ങളിൽ ഇതേ രോഗികൾ തന്നെ നിലവിളിക്കുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇൻ്റർവെൻഷനും ഇല്ലാതെ യേശു ഇടപെടുന്ന രണ്ട് ഭാഗങ്ങളാണ് എൻ്റെ ഒരു വായനയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഒന്നിങ്ങനെ ഈ പടവിൽ കിടക്കുന്ന മനുഷ്യൻ, 38 വർഷമായിട്ട് ഈ കുളിപ്പടവിൽ കിടക്കുന്ന മനുഷ്യനാണ്. മറ്റൊന്ന് കൂന് പിടിച്ചൊരു സ്ത്രീയാണ്. ദേവാലയത്തിൽ വെച്ച് അങ്ങനെ ഒരു കൂന് പിടിച്ച സ്ത്രീ ആരാധനയുടെ സമയത്ത് യേശു കാണുകയാണ്. അവളുടെ കാര്യത്തിലും ആരും ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അവൾ അതിനോടൊക്കെ പൊരുത്തപ്പെട്ടുണ്ട്. അവൾ പോലും ആവശ്യപ്പെടുന്നില്ല തനിക്കിനി നേരെ നിൽക്കാനായിട്ടുള്ള ബല ഊർജ്ജം കിട്ടണമെന്ന്. പക്ഷേ ഈ രണ്ടിടങ്ങളിലും ആരുടെയും ഇടപെടില്ലാതെ, ഒരാളും ആവശ്യപ്പെടാതെ യേശു ഇടപെടുന്നുണ്ട്. ചുരുക്കത്തിൽ എനിക്ക് പിടുത്തം കിട്ടുന്ന ഒറ്റ കാര്യമാണ്, മനുഷ്യൻ്റെ തളർന്നുപോയ നട്ടെല്ല് നേരെ നിർത്തുക എന്നുള്ളതായിരുന്നു അവൻ്റെ ധർമ്മം. എവിടെയൊക്കെ ആ മനുഷ്യൻ്റെ നട്ടെല്ല് നേരെയല്ലാതെ ഇരിക്കുന്നോ, മനുഷ്യർ തളർന്നു കിടക്കേണ്ടി വരുന്നുണ്ടോ, മനുഷ്യന് കുനിഞ്ഞു നിൽക്കേണ്ടി വരുന്നുണ്ടോ, മനുഷ്യൻ കാറ്റത്തെ ഞാങ്ങണ കണക്ക് വളഞ്ഞു പോകുന്നുണ്ടോ, അവിടെയൊക്കെ നിശ്ചയമായിട്ടും അവിടെ നിന്ന് വരുന്നുണ്ട്. എന്നിട്ട് നമ്മളോട് പറയുന്നു, നേരെ നിൽക്കുക, സ്റ്റാൻഡ് ഇറക്റ്റ്. യേശു അയാളുടെ ജീവിതത്തിൽ ഇടപെടുന്ന ആ സവിശേഷമായ രീതി കൂടി ശ്രദ്ധിക്കണം. ഇത്രയും വർഷം തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനോട് യേശു ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? സ്വാഭാവികമായിട്ട് അത് നമുക്കൊരു മണ്ടൻ ചോദ്യമായിട്ട് അനുഭവപ്പെട്ടെന്നിരിക്കാം. വർഷങ്ങളായിട്ട് ഇങ്ങനെ തളർന്നു കിടക്കുന്ന ഒരാൾ എഴുന്നേറ്റ് നടക്കാനുള്ള ഊർജ്ജം, കുതിച്ചു ചാടാനുള്ള ഉന്മേഷത്തിനല്ലാതെ മറ്റെന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുക? പക്ഷേ യേശുവിനറിയാം, യേശുവിന് എപ്പോഴും മനുഷ്യരുടെ ഹൃദയങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു. യോഹന്നാൻ തന്നെ വേറെടുത്ത് രേഖപ്പെടുത്തുന്ന കണക്ക് അവൻ മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ എന്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ വാക്കുകൾ നമ്മൾ കൂടെ വായിച്ചെടുക്കുന്നത്. മനുഷ്യ അവനിൽ വിശ്വസിച്ചു, എന്നാൽ അവൻ മനുഷ്യരിൽ വിശ്വസിച്ചില്ല. കാരണം അവരുടെ അഗാധങ്ങൾ നടക്കുന്ന ആ പ്രക്രിയയെക്കുറിച്ച്, അഗാധങ്ങളിലെ ചില ആന്തരിക രാസ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണ യേശുവിനുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇങ്ങനെ ഒരേ കാര്യത്തിൽ കുറേ കാലം ഏർപ്പെട്ട് കഴിയുമ്പോൾ മനുഷ്യർ അത്ര അനുഭവങ്ങളുമായിട്ട് സമരസപ്പെടുന്നു. തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യന് വേണമെങ്കിൽ ഈ ദീർഘമായ ഈ ഒരു കാലത്തെ അനുഭവം കൊണ്ടും അത്തരം ചില കാര്യങ്ങളിൽ പെട്ടുപോയെന്നുള്ള തോന്നലുള്ളത് കൊണ്ടും പുറത്ത് കടക്കാനുള്ള ഊർജ്ജം തന്നെ ഇല്ലാതെ പോയിരിക്കാം. ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാൾ ഒരുപക്ഷെ പുറത്ത് കടക്കാൻ ആഗ്രഹിക്കാത്തത് പോലെ, എന്നും പഠിക്കാനായിട്ട് മോശപ്പെട്ടതെന്ന് മുദ്രകുത്തപ്പെട്ടൊരു കുട്ടി ഈ പരീക്ഷ ജയിക്കുമെന്ന് വിചാരിക്കാത്ത കണക്ക്. മനുഷ്യന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അവനവൻ്റെ പരിസരങ്ങളുമായിട്ട് വല്ലാത്ത കോംപ്രമൈസ് ചെയ്യുന്നു. അവനതിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ് ഒരു വാക്ക് മനഃശാസ്ത്രത്തിലൊക്കെ നമ്മൾ ഉപയോഗിച്ച് കാണാറുണ്ട്. ഇങ്ങനെ സ്റ്റോക്ക്ഹോം എന്ന് പറയുന്ന ആ ഒരു പട്ടണത്തിൽ ഒരു ബാങ്കിൽ കൊള്ളക്കാർ വന്നിട്ട് ജീവനക്കാരെ ബന്ധികളാക്കി. പക്ഷേ കുറച്ച് ദിവസം ഈ ഒരു തടവ് നീണ്ടു നിന്നു. അതിനിടയിൽ കൗതുകരമായൊരു കാര്യം സംഭവിച്ചു. തങ്ങളെ കീഴ്പ്പെടുത്തിയ ഈ മനുഷ്യരോട് ഈ ബാങ്കിലെ ജീവനക്കാർക്ക് വലിയ സ്നേഹമായി. അവരത്രയും കുലീനമായിട്ട് ഇവരോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. ഇവർക്ക് ഭക്ഷണം കൃത്യമായിട്ട് കൊടുക്കുന്നു, കാപ്പി തിളപ്പിച്ച് കൊടുക്കുന്നു, ചീട്ട് കളിക്കാൻ കൂടെ കൂടുന്നു. ഒടുവിൽ പോലീസ് ഇവരെ രക്ഷിക്കാനായിട്ട് വളഞ്ഞപ്പോൾ ഈ ജീവനക്കാർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം, നിങ്ങളായിട്ട് ഇടപെടേണ്ട കാര്യമില്ല. അപ്പോൾ എന്തിനാണ് എതിർക്കേണ്ടത്, എന്തിനാണ് പ്രതിരോധിക്കേണ്ടത്, എന്തിനകത്താണ് അകന്നു മാറേണ്ടി നിൽക്കേണ്ടത് എന്നൊക്കെ നിശ്ചയമുണ്ടായിട്ടും കുറേ കാലം കഴിയുമ്പോൾ അതിൻ്റെ ഭാഗമായി മാറുക എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു കെണി മനുഷ്യൻ്റെ തലവരയോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് പലതിനകത്തുനിന്നും പുറത്ത് കടക്കാനായിട്ട്
നമ്മൾ ശ്രമിക്കാറില്ല, ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആദ്യം യേശു അത് ആർട്ടിക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം, എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. അത്തരമൊരു ആഗ്രഹത്തെ, ഇച്ഛാശക്തിയെ രാഗി എടുക്കാതെ ഒരാൾക്കും പുറത്ത് കടക്കുക അത്ര എളുപ്പമല്ല. ഓരോരുത്തരും പെട്ടുപോയ ഇടങ്ങളിൽ നിന്ന് ആദ്യം കണ്ണുപൂട്ടി ധ്യാനിക്കേണ്ടത്, ഇതിനകത്തുനിന്ന് പുറത്ത് കടക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അവനവൻ്റെ ഇച്ഛാശക്തി എന്ന് പറയുന്ന ചുവടിന് മീതെ മാത്രമേ ഏതൊരു അത്ഭുതവും സംഭവിക്കുകയുള്ളൂ. പഴയ നിയമത്തിലെ അത്ഭുതവും പുതിയ നിയമത്തിലെ അത്ഭുതവും തമ്മിലുള്ള വ്യത്യാസം അതാ. പഴയ നിയമത്തിലെ അത്ഭുതങ്ങളെന്ന് പറയുന്നത് ഈ ശൂന്യതയിൽ നിന്ന് സംഭവിക്കുകയാണ്. ഈ ശൂന്യതയിൽ നിന്നെല്ലാം ഉണ്ടായി. പക്ഷെ അപ്പോൾ ആകാശത്തുനിന്ന് ഇങ്ങനെ മന്ന വീണു. പുതിയ നിയമത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ശൂന്യതയിൽ നിന്നുണ്ടാകുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മനുഷ്യൻ്റെ ഇച്ഛാശക്തി എന്ന് പറയുന്ന ആദ്യ ചുവടിൻ്റെ മീതെ അവിടുത്തെ ആശീർവാദം ഉണ്ടായെന്ന് മാത്രം കരുതുന്നതാണ് ഭംഗി. വിശന്നപ്പോൾ ആകാശത്ത് നിന്ന് അപ്പക്കഷ്ണങ്ങൾ വീണില്ല, പകരം ഒരു കൊച്ചുകുട്ടി നീട്ടിയ ആ അപ്പക്കഷ്ണം അതവൻ്റെ ഇച്ഛാശക്തിയാണ്. ഈ പുരുഷാരങ്ങളെ ഊട്ടാനാകുമെന്നുള്ള ഒരു വല്ലാത്തൊരു സങ്കല്പം, ആ സങ്കല്പത്തിന് മീതെ അവിടുത്തെ ആശീർവാദം ഉണ്ടായെന്നുള്ള. അപ്പോൾ എന്തിനകത്തും ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്, ഒരു ചുവട് നീ അള്ളയിലേക്ക് വെക്കുമ്പോൾ അള്ള നിന്നിലേക്ക് 7 ചുവട് വെക്കുന്നു. അങ്ങനെ ഒരു ഖുറാൻ്റെ ഒരു വചനമുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ആദ്യ ചുവട് എപ്പോഴും നിൻ്റേതാണ്. ആദ്യ ചുവടിനെ യേശു ഉണർത്തുകയാണ്. നീ പുറത്ത് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? നിനക്ക് എന്താണ് ആവശ്യം? അപ്പോഴാണ് ഈ മനുഷ്യൻ തൻ്റെ ഖേദം അവനോട് പറയുന്നത്, എനിക്ക് കൂട്ടുകാരില്ല, തിരയിളക്കങ്ങൾ കണ്ടു കിടക്കാൻ മാത്രമേ എനിക്ക് പറ്റുന്നുള്ളൂ, അതിൻ്റെ അത്ഭുത ഉറവുകളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് എനിക്കൊരു ചങ്ങാതിയില്ല. അങ്ങനെ ചങ്ങാതിയില്ലാത്ത ഈ മനുഷ്യൻ്റെ ഇച്ഛാശക്തി ഉണർത്തി യേശു അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നട്ടെല്ലെന്ന് പറയുന്ന മഹാത്ഭുതത്തിലേക്കാണ്. നട്ടെല്ലായിരുന്നു മനുഷ്യൻ്റെ വികാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവട്. അവിടെ നിന്നാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ആരംഭിക്കുക. ഹോമോ ഇറക്ടസ് എന്ന് പറയുന്ന ആ നേരെ നിൽക്കുന്ന മനുഷ്യൻ, പിന്നീടാണ് ഈ ബുദ്ധിയുള്ള മനുഷ്യൻ ഹോമോ സാപ്പിനൊക്കെ ഉണ്ടാവുക. അതിന് കാരണം പോലും പറയുന്നത് ഇങ്ങനെയാണ്, 4 കാലിൽ നടക്കുന്ന ജീവികൾക്ക് സ്വാഭാവികമായിട്ട് ഒത്തിരി അധ്വാനം ആവശ്യമുണ്ട്, ഊർജ്ജം ആവശ്യമുണ്ട്. 2 കാലിൽ നിൽക്കുക എന്ന് പറയുന്നത് വല്ലാത്ത സ്വാതന്ത്ര്യമാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് ചിന്തിക്കാനായിട്ടുള്ള നേരം കിട്ടുന്നു. അങ്ങനെ ചിന്തയെന്ന് പറയുന്ന ഗൃഹപാഠത്തിലൂടെയാണ് ആ ബുദ്ധിക്ക് ഇങ്ങനെ ഷാർപ്പ്നസ് ഉണ്ടാവുക, ബുദ്ധിക്ക് ആ കാര്യങ്ങൾ കുറേ കൂടി കൃത്യമായിട്ട് ബുദ്ധി ജ്വലിക്കുക. അപ്പോൾ ഇതായിരുന്നു ആ പ്രധാനപ്പെട്ട ചുവട്. മനുഷ്യനെക്കുറിച്ച് ഒരുപക്ഷെ ഉയരാവുന്ന ഏറ്റവും വലിയ ആരോപണം വേദപുസ്തക ഭാഷയിൽ ഒരാൾ കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്ന ഞാങ്ങണയാണെന്നുള്ളത്. യേശു സ്നാപകനെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. നിങ്ങൾ എന്ത് കാണാൻ വേണ്ടിയാണ് മരുഭൂമിയിലേക്ക് പോയത്? കാറ്റത്തുലയുന്ന ഞാങ്ങണയോ? മനുഷ്യൻ്റെ നട്ടെല്ല് ഞാങ്ങണ കണക്ക് നിൽക്കുന്നു എന്നുള്ളത് വല്ലാതെ കഠിനമായ ദുര്യോഗം. നട്ടലിങ്ങനെ നേരെ നിൽക്കാനുള്ള ഒരർത്ഥത്തിലും ഇതിങ്ങനെ ഭൗതിക അർത്ഥത്തിൽ ഈ നേരെ നടക്കുന്നവരെ മാത്രം കഥയാണെന്ന് കരുതരുത്. ഏകദേശം ഒരു 6 പേരോടെങ്കിലും എനിക്ക് ഇങ്ങനെ വീൽ ചെയറിലിരിക്കുന്ന 6 സ്നേഹിതന്മാരുണ്ട്. ഈ 6 പേരും എന്തെല്ലാം നട്ടലോടുകൂടെ ഇരിക്കുന്നത്. എന്തുമാത്രം ഇച്ഛാശക്തിയും എന്തുമാത്രം നിശ്ചയദാർഢ്യവും എന്തുമാത്രം ഇങ്ങനെ അതർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ അവരനോടുള്ള സ്നേഹത്തിലുമൊക്കെ ആ ജ്വലിക്കുന്ന 6 ചങ്ങാതിമാരെയൊക്കെ നമസ്കരിക്കുക. അവരുൾപ്പെടെയുള്ള കാര്യമാണ് പറയുന്നത്. ഒരിക്കലും ഇതിങ്ങനെ ഭൗതിക സാഹചര്യമായിട്ട് എടുക്കരുത്. നട്ടലൊരു പ്രതീകമാണ്. ഒരു കാര്യത്തിനകത്ത് നേരെ നിൽക്കാനാവുക എന്ന് പറയുന്ന, ഇങ്ങനെ കാറ്റത്ത് ഉലയാതെ നിൽക്കാനാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. മനുഷ്യൻ്റെ ആ വളർച്ചയുടെ പ്രത്യേക ഘട്ടത്തിൽ മാത്രമേ നേരെ നിൽക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈഡിപ്പസിനോട് ആ ഒരു കഥയ്ക്കകത്ത് ആ വിചിത്രജീവി ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ, അങ്ങനെ പുലരിയിൽ 4 കാലിലും മധ്യാഹ്നത്തിൽ 2 കാലിലും അന്തിയിൽ 3 കാലിലും നടക്കുന്ന ജീവി ഏതാ? എഡിപ്പസ് എന്ന് പറയുന്ന ആ ബുദ്ധിമാനായ മനുഷ്യന് ഉത്തരം കൊടുക്കാനായിട്ട് അധികം നേരമൊന്നും വേണ്ടി വന്നില്ല. പക്ഷേ മനുഷ്യൻ 4 കാലിലാണല്ലോ അവൻ്റെ ജീവിതം ആരംഭിക്കുക. അപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ മാത്രമാണ് ഇവൻ നേരെ നിൽക്കുക. പിന്നെയും ജീവിത സായന്തനം വരുമ്പോൾ ഒരു വടിയുടെ കൂടി സഹായമാകുമ്പോൾ ഇങ്ങനെ 3 കാലിൽ ആളുടെ സന്ധ്യ കടന്നു പോവുകയാണ്. അപ്പോൾ ആ നേരെ നിൽക്കുന്ന പ്രായത്തിനകത്ത് ശരിയെന്ന് കരുതുന്ന കാര്യങ്ങളോട് ഇങ്ങനെ ബലത്തോടുകൂടി നിൽക്കാനുള്ളൊരു ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത് അത്ര ചെറിയ കാര്യമല്ല. അതൊരു പക്ഷേ നമ്മുടെ കാലത്ത് ഇപ്പോൾ അത്ര പലരും കാണുന്നില്ലെന്ന് പോലും നമുക്ക് ആശങ്ക വരുന്നൊരു കാര്യമാണ്. കുറേ കാലം മുമ്പ് തുർക്കിയിൽ ഇങ്ങനെ മനുഷ്യനെ വല്ലാതെ അടിച്ചമർത്തിക്കൊണ്ടിരുന്ന ഒരു ഭരണമുണ്ടായിരുന്നു. എല്ലാ തരത്തിലുമുള്ള ജനകീയ സമരങ്ങളും നിരോധിക്കപ്പെട്ടു. ചുവരെഴുത്ത് പോലും അനുവദിക്കപ്പെട്ടിട്ടില്ല. സംഘം ചേരുക എന്നൊക്കെ പറഞ്ഞാൽ അസാധ്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇസ്താംബുൾ ആ ദേശത്തിൻ്റെ ക്യാപിറ്റലാണ്, തലസ്ഥാനമാണത്. ഒരു പ്രഭാതത്തിൽ ഇങ്ങനെ ഡാൻസൊക്കെ പഠിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ
അവിടുത്തെ ആ പ്രധാനപ്പെട്ട പാർക്കിൽ വന്നിട്ട് തൻ്റെ കൈ ഇങ്ങനെ പാൻസിൻ്റെ പോക്കറ്റിലിട്ട് വെറുതെ ഇങ്ങനെ തല ഉയർത്തി നിന്നു. ഏതാനും മണിക്കൂറുള്ള അയാൾ അങ്ങനെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പലയിടങ്ങളിൽ നിന്നായി പല മനുഷ്യർ വന്നു ചേർന്ന് അയാൾക്ക് പിന്നിൽ ഇങ്ങനെ അണിനിരന്നു. എല്ലാവരും ചേർന്ന് ഒറ്റ കാര്യമാണ്, ഇങ്ങനെ നേരെ നിൽക്കുക. ഒരു തെരുവ്, ഒരു നഗരം മുഴുവൻ ഇയാൾക്ക് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് വല്ലാത്ത ഒരു നിസ്സഹായതയോടുകൂടി ഭരണകൂടം കണ്ടത്. ആ നാട്ടിൽ നടന്ന ഏറ്റവും വലിയ പ്രതിരോധമായിട്ടും പ്രതിഷേധമായിട്ടും അതിനെ എണ്ണുന്നുണ്ട്. ഒറ്റക്ക് നിന്ന മനുഷ്യൻ, അല്ലെങ്കിൽ നേരെ നിന്ന മനുഷ്യൻ. ചിലയിടങ്ങളിലൊക്കെ ഇങ്ങനെ നേരെ നിൽക്കാനുള്ള ധൈര്യം ഉണ്ടാക്കിയെടുക്കുക പ്രധാനം. വിശേഷിച്ചും നമ്മുടെ പെൺകുഞ്ഞുങ്ങളെയൊക്കെ നമ്മളിങ്ങനെ നേരെ നിന്ന് കാര്യങ്ങൾ പറയാനായിട്ടും നേരെ നിൽക്കാനായിട്ടും ബലപ്പെടുത്തുക. നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരിങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കേണ്ടെന്നും അവർ വിധേയപ്പെടേണ്ടതാണെന്നും അവർ ഉറക്കെ സംസാരിക്കരുതെന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ചുരുക്കത്തിൽ പെൺകുഞ്ഞുങ്ങളുടെ എങ്കിലും നട്ടെല്ലിന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കുന്നില്ല, നമ്മളതിനെ ദൃഢപ്പെടുത്തുന്നില്ല. കണ്ടൊരു ചലച്ചിത്രത്തിനകത്ത് ഒരു തൊഴിലാളി പ്രസ്ഥാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയോട് എതിരെ നിൽക്കുന്ന കങ്കാണികൾ ആവശ്യപ്പെടുന്ന കണ്ണു താത്തിടുന്ന. കാരണം ഒരു സ്ത്രീ കണ്ണുയർത്തി നോക്കിയാൽ ചാരമാകാവുന്ന വിധത്തിലുള്ള അഭംഗികളെ, അതുവഴി ശുദ്ധീകരിക്കാവുന്ന വിധത്തിലുള്ള അവിശുദ്ധികളെയൊക്കെ ഉള്ളു ഭൂമിക്ക്. ആണായാലും പെണ്ണായാലും പ്രധാനപ്പെട്ടത് ആ നട്ടെല്ല് നേരെ നിൽക്കാന്നുള്ള. നട്ടെല്ലിന് കൊണ്ട് പ്രശ്നങ്ങളുമുണ്ട്. നിങ്ങൾക്കറിയാം, ലോകത്തൊരു ജീവജാലവും വീഴുന്നില്ല. ആപ്പാട് വീഴാൻ സാധ്യതയുള്ളത് ഈ ഇരുകാലി ജന്മത്തിന് മാത്രമാണ്. അപ്പോൾ വീണേക്കാം. വീണാൽ എന്താണ്, പിന്നെ എഴുന്നേൽക്കാനുള്ള ധൈര്യമുണ്ടല്ലോ. ആകപ്പാടെ ഈ രാത്രിയിൽ മനുഷ്യൻ്റെ നട്ടലുകളുടെ മീതെ ഇത്രയും ശ്രദ്ധ ഉണ്ടായിരുന്ന മനുഷ്യൻ, നസ്രത്തിലെ നമ്മുടെ ജ്യേഷ്ഠൻ, ആ മരപ്പണിക്കാരൻ, അയാളെക്കുറിച്ച് വേദപുസ്തകം അടയാളപ്പെടുത്തിയ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ വിചാരങ്ങൾ അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. മരിച്ചിട്ടും അവൻ്റെ ചങ്കാരോ പിളർക്കുന്നുണ്ട്. പക്ഷേ തകരാതെ നിന്ന ഒരൊറ്റ കാര്യമുണ്ടായിരുന്നു, അവൻ്റെ എല്ല്. വളരെ കൃത്യമായിട്ട് ആ പഴയ നിയമത്തിലെ ചില കാര്യങ്ങൾ പൂർത്തിയാകുന്നൊക്കെയാണ് സുവിശേഷകർ കരുതിയത്. അതുകൊണ്ട് അവരത് വീണ്ടും പറയുന്നുണ്ട്, അവൻ്റെ എല്ലുകളൊന്നും തകർത്തില്ല എന്ന ആ പഴയ നിയമ വചനങ്ങൾ അവർ ഓർപ്പിച്ചു. എല്ലുകൾ തകരാത്ത ഒരു മനുഷ്യൻ, നട്ടെല്ല് നേരെ നിന്നൊരു മനുഷ്യൻ, അവസാനം വരെ അതിനൊരു ഭംഗമില്ല. രോഗം വരുമ്പോഴും വാർദ്ധക്യം വരുമ്പോഴും തളർന്നു കിടക്കുമ്പോഴും വീൽ ചെയറിലിരിക്കുമ്പോഴും നട്ടെല്ലിന് പരിക്കില്ലാത്തൊരു മനുഷ്യൻ. കാലങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല, എല്ലാം ശുഭകരമാവണമെന്നൊക്കെ ആശംസിക്കാൻ മാത്രം ബുദ്ധിമോശമില്ല. പക്ഷേ ഈ രാത്രിയിൽ എൻ്റെ അഭിമന്യരായ കേൾവിക്കാർക്ക് വേണ്ടി അത് പ്രാർത്ഥിച്ചോട്ടെ. നട്ടെല്ല്, കാറ്റത്തുലയാത്ത ഒരു നട്ടെല്ല്, അതിന് ആ മനുഷ്യൻ നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. ബത്സേദാ കുളങ്ങരെ എത്ര വർഷം കാരുണ്യമേ നിന്നെ കാത്തിരുന്നു. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, നിന്റെ തിരുമൊഴി മാറാപ്പിലിപ്പോഴും. ബത്സേദാ കുളങ്ങരെ എത്ര വർഷം കാരുണ്യമേ നിന്നെ കാത്തിരുന്നു.